ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് മലബാർ നാടൻ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ പേര് മയ്യത്തപ്പം എന്നാണ് ഞങ്ങളവിടെയൊക്കെ പറയുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇനി നോക്കാം. ഇനി നമുക്ക് മയ്യത്തപ്പത്തിലേക്കുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് 2 കപ്പ്, 1 കപ്പ് മൈദ ഞാൻ ഇട്ടിട്ടുണ്ട്. 250 ml 1 കപ്പ് മൈദ, 1 കപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ 1 മുട്ട എടുക്കുന്നുണ്ട്. ഞാൻ ഇത് നാടൻ മുട്ടയാണ്. ഒരു മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. കുറച്ചും കൂടി വെള്ളം വേണം. ഇത് കുഴച്ചിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ടോ നല്ലോണം കുഴക്കണം. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് പോരാ, നമുക്കൊരു 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിക്കാം. ഇത് നമ്മളിപ്പോൾ 250 ml 2 കപ്പ് മൈദയിലേക്ക് 2.5 ഗ്ലാസോളം വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇത് കറക്റ്റാണ്. ദോശയുടെ മേലെ വെക്കാനുള്ള തേങ്ങാക്കൂട്ട് റെഡിയാക്കാം. 1/2 മുറി തേങ്ങ, ചിരകി വെച്ച തേങ്ങയാണ് 1/2 മുറി തേങ്ങ. നാല് സ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട്. ഒരു 6 കശുവണ്ടിയാണ്. കശുവണ്ടി പൊടിച്ചതാണ് ഞാനിത്. ഒരു 2 സ്പൂണോളം ഉണ്ടാവും ഇത്. 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചതാണിത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളെ കൂട്ട് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്ക് അപ്പം ചൂടാം. അതിന് ഞാനിപ്പോൾ ചട്ടി വെച്ച് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒഴിക്കാം. ഒന്ന് വെന്തിട്ടെ. അപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ദോശയുടെ. നമുക്കൊന്ന് മറിച്ചിടണം. ഞാനിപ്പോൾ ഇത് നല്ല നൈസായിട്ടാണ് എടുത്തേക്കുന്നത്. വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ദോശ ഇടാം. നമുക്ക് ഇനി ഒന്നും കൂടി ഒഴിക്കാം. ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാതും ചുട്ടെടുക്കാം. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തേങ്ങാക്കൂട്ടും കൂടി ഇടാം. ഇതൊരു നാടൻ ഭക്ഷണമാണ്. മലബാർ ഭാഗത്തുള്ളൊരു നാടൻ ഭക്ഷണമാണ്. പണ്ട് മുതൽക്കേ എല്ലാ വീട്ടിലും കണ്ടുവരുന്നതാണിത്. ഇതിന് ഞങ്ങളിവിടെയൊക്കെ മയ്യത്തപ്പം എന്നാണ് പറയുക. വേറെ ഭാഗത്തൊക്കെ എന്താ പറയാന്നറിയില്ല. ഞങ്ങളൊക്കെ ഇതിനെ മയ്യത്തപ്പം എന്നാണ് പറയൽ.
നിങ്ങൾക്ക് ഈ കൂട്ടിനകത്ത് പഞ്ചസാര മധുരം കൂടുതലുള്ള ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി മധുരത്തിലാക്കിയിട്ട് എടുക്കാം. പിന്നെ ഈ അപ്പം ചുട്ടെടുക്കുമ്പോൾ നെയ്യ് ഇട്ടിട്ട് ചുട്ടെടുക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. രാവിലത്തെ പലഹാരമായിട്ടും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. നമുക്ക് വൈകുന്നേരത്തെ കടിയായിട്ടും 4 മണി പലഹാരമായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അപ്പമാണ്. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. മയ്യത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. താങ്ക് യു.